ഏവർക്കും സ്വാഗതം. വിശുദ്ധ തിരുവെഴുത്തുകളിലെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ തുടങ്ങി ഉത്തമഗീതം വരെയുള്ള 5 പുസ്തകങ്ങളാണ് കാവ്യപുസ്തകങ്ങൾ അഥവാ പൊയറ്റിക്കൽ ബുക്സ്. ഈ ഗണത്തിലെ 5 പുസ്തകങ്ങൾ ഇപ്രകാരമാണ്: ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം. തൊട്ടുപിന്നിലുള്ള 17 പുസ്തകങ്ങളും ചരിത്രപരമാണെങ്കിൽ ഈ 5 ഗ്രന്ഥങ്ങളും അനുഭവപരമാണ്. അവ ജ്ഞാനസാഹിത്യത്തിൽ ഉൾപ്പെട്ടവയാണ്. എബ്രായ വേദപുസ്തകം അഥവാ തനാക്കിൽ 3 പ്രധാന ഭാഗങ്ങളുണ്ട്: തോറ അഥവാ നിയമപുസ്തകം, നെവീം അഥവാ പ്രവാചകന്മാർ, കെത്തുവീം അഥവാ എഴുത്തുകൾ, കൃതികൾ. ഇവയിൽ കെത്തുവീമിലെ പ്രധാന ഭാഗമാണ് കാവ്യപുസ്തകങ്ങൾ. ഈ കാവ്യപുസ്തകങ്ങളിൽ തന്നെ പ്രധാന പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. 150 സങ്കീർത്തനങ്ങൾ അടങ്ങുന്ന ഒരു കൊച്ചു ഗ്രന്ഥം. അതെ, ഓരോ സങ്കീർത്തനങ്ങളും ഗീതങ്ങളാണ്, കീർത്തനങ്ങളാണ്. സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടെ ഗായക സംഘം ആലപിക്കേണ്ട ഗാനങ്ങളായാണ് പല സങ്കീർത്തനങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് രൂപപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനാ ഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ. മനുഷ്യജീവിതത്തിലെ ഏറെക്കുറെയുള്ള വൈകാരിക തലങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന ഗീതങ്ങളും പ്രാർത്ഥനകളും കാവ്യശലകങ്ങളുമാണ് സങ്കീർത്തനങ്ങൾ. അപ്രകാരം ഓരോ സങ്കീർത്തനത്തിനും വ്യത്യസ്ത ഭാവങ്ങളുണ്ട്. എബ്രായ ഭാഷയിൽ തെഹിലിം അഥവാ സ്തുതികൾ അല്ലെങ്കിൽ സേഫർ തെഹിലിം സ്തുതിഗീതങ്ങളായിട്ടാണ് അറിയപ്പെടുക. യവന ഭാഷയിൽ സാൽമോയ് എന്നും അറിയപ്പെടുന്നു. വാദ്യ ഉപകരണങ്ങളുടെ അകമ്പടിയോടെയുള്ള കീർത്തനം. ദൈവത്തെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ ദേവാലയത്തിലെ പാഠപുസ്തകമായി ഉപയോഗിക്കപ്പെടുന്ന വേദപുസ്തകത്തിലെ ഹൃദയഭാഗമായിട്ടാണ് സങ്കീർത്തനങ്ങൾ അറിയപ്പെടുന്നത്. പരമ്പരാഗതമായി ഇസ്രായേലിയുടെ പൊതു ആരാധനകളിലും ഉത്സവങ്ങളിലും വ്യക്തി പ്രാർത്ഥനകളിലും മറ്റ് ഭക്തി മേഖലകളിലും ഉപയോഗിക്കപ്പെടുന്ന ഈ കീർത്തനങ്ങൾക്ക് ആഴമേറിയ ആത്മീയാർത്ഥതലങ്ങളുണ്ട്. ഘടനാപരമായി ഈ പുസ്തകത്തിൽ 5 ഭാഗങ്ങളുണ്ട്. നമുക്ക് ഈ പുസ്തകത്തിലെ 5 ഭാഗങ്ങളിലേക്ക് ഒന്ന് യാത്ര ചെയ്യാം. 1-ാം പുസ്തകം സങ്കീർത്തനങ്ങൾ 1 മുതൽ 41 വരെ. 2-ാം പുസ്തകം സങ്കീർത്തനങ്ങൾ 42 മുതൽ 72 വരെ. 3-ാം പുസ്തകം സങ്കീർത്തനങ്ങൾ 73 മുതൽ 89 വരെ. 4-ാം പുസ്തകം സങ്കീർത്തനങ്ങൾ 90 മുതൽ 106 വരെ. 5-ാം പുസ്തകം സങ്കീർത്തനങ്ങൾ 107 മുതൽ 150 വരെ. മോശയുടെ ചരിത്രം മുതൽ പ്രവാസാനന്തര കാലഘട്ടം വരെയുള്ള ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏകദേശം 1000 വർഷക്കാലമാണ് സങ്കീർത്തനങ്ങളുടെ രചനാകാലഘട്ടം. അവ ക്രമേണ ശേഖരിച്ച് ക്രമീകൃതമായി ചിട്ടപ്പെടുത്തി ഒടുവിൽ എബ്രായ ബൈബിളിന്റെ ഭാഗമായി. അതെ, നമ്മുടെയും ആത്മാവിന്റെ ഗീതങ്ങളായിരിക്കുന്ന സങ്കീർത്തനങ്ങൾ. ഇവ കവിതാഭംഗിയുള്ളവയാണ്. അവ സമാന്തരത, ബിംബങ്ങൾ, പ്രതീകാത്മകത എന്നിവയിൽ നിറഞ്ഞിരിക്കുന്നു. അവ വെറും പാട്ടുകളല്ല, മറിച്ച് സംഗീതത്തിൽ ചേർത്ത പ്രാർത്ഥനകളാണ്. വേദപുസ്തകത്തിലെ മധ്യഭാഗത്ത് സങ്കീർത്തനങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു. അത് വിശ്വാസത്തിൽ അവയുടെ കേന്ദ്ര പങ്കിനെ പ്രതീകപ്പെടുത്തുകയാണ്. മാർട്ടിൻ ലൂതർ സങ്കീർത്തനങ്ങളെ ഒരു ചെറിയ ബൈബിൾ എന്ന് വിളിച്ചു. കാരണം അതിൽ എല്ലാ ബൈബിൾ വിഷയങ്ങളുടെയും സംഗ്രഹം അടങ്ങിയിരിക്കുന്നു. അത് ദൈവശാസ്ത്രത്തെയും വികാരത്തെയും കൂട്ടിക്കലർത്തുന്നു, ഹൃദയത്തോടൊപ്പം ആലപിക്കുന്ന സിദ്ധാന്തമായി രൂപപ്പെടുന്നു. പ്രിയമുള്ളവരെ, അപ്രകാരം സങ്കീർത്തനങ്ങളെക്കുറിച്ച് അടുത്ത ഭാഗത്ത് നമുക്ക് വിശദമായി പഠിക്കാം.